നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. നമ്മുടെ തിരുവല്ലയിലെയും കോയിപ്പുറത്തെയും ഒക്കെ പോലീസുകാരെ എത്ര അഭിനന്ദിച്ചാലും മതി വരികയില്ല. 5 ദിവസങ്ങൾക്ക് മുമ്പാണ് നാടിനെ നടുക്കിയ ആ ദാരുണ സംഭവം അരങ്ങേറിയത്. പുല്ലാട് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം പ്രതി മുങ്ങിക്കളഞ്ഞു. പോലീസ് ഊർജിതമായിട്ട് ശ്രമിച്ച് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം പിടികൂടി. ആ രംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പോലീസുകാർ അയാളോട് ചോദിക്കുന്നു, കത്തി എന്ത് ചെയ്യണം? കത്തിയില്ല സാറേ. അപ്പോൾ ഒരു പോലീസുകാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കത്തിയില്ലാതെ പിന്നെ നീ നഖം കൊണ്ടാണോടാ അവരെ കൊന്നതെന്ന്? സത്യം പറയാമല്ലോ, തെറിയാണെങ്കിൽ പോലും അത് കേട്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നി. ഇവനെ ഒന്നും അത്രയൊന്നും വിളിച്ചാൽ പോരാ സാറുമാരെ. സത്യം പറഞ്ഞാൽ ഇവന് 2 വീക്ക് കിട്ടണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. കാരണം ഒരു കുടുംബത്തെ ഇയാൾ അനാഥമാക്കി. ഇവൻ്റെ ഒടുക്കലത്തെ സംശയരോഗം കാരണം 3 കുഞ്ഞുങ്ങളാണ് അനാഥരായിപ്പോയത്. ഒരു പാവം പിടിച്ച സ്ത്രീ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പുല്ലാട് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതി കവിയൂർ കോട്ടൂർ സ്വദേശി ജയകുമാർ എന്ന അജിയെ പിടികൂടിയത് തിരുവല്ല നഗരത്തിൽ നിന്ന്. നഗരസഭ മൈതാനത്തിന് സമീപം മേൽപ്പാലത്തിന് താഴെ നഗരസഭ അന്തിച്ചന്തയ്ക്കായി നിർമ്മിച്ച ഷെഡിൽ ഇരിക്കുകയായിരുന്ന പ്രതിയെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പോലീസ് പിടികൂടിയത്. ശനിയാഴ്ച നടന്ന സംഭവത്തിൽ ആദ്യ നിമിഷം മുതൽ പോലീസിനെ വട്ടം കറക്കിയ പ്രതിയെ 4ാം ദിവസമാണ് പിടികൂടുന്നത്. ഇത്രയും ദിവസം ഇയാൾ കവിയൂർ, കല്ലൂപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നതായാണ് അറിയുന്നത്. ഇന്നലെ രാവിലെ കല്ലൂപ്പാറ കറുത്തവടശ്ശേരിക്കടവ് ഭാഗത്തുണ്ടെന്ന വിവരത്തെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ പോലീസ് സംഘം തെരച്ചിൽ നടത്തി വരികയായിരുന്നു. 11:30 സ്പെഷ്യൽ ബ്രാഞ്ച് CPO സജിത് ലാലിന്റെ ഫോണിലേക്ക് ഇയാളെ 1 മണിക്കൂർ മുമ്പ് തിരുവല്ല ടൗണിൽ കണ്ടുവെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. വിവരം ജില്ലാ പോലീസ് മേധാവിയെ ഉടൻ അറിയിച്ചു. SP തിരുവല്ല DYSP S നന്ദകുമാറിനോടും കല്ലൂപ്പാറയിൽ തിരച്ചിൽ നടത്തുകയായിരുന്ന സംഘത്തോടും എത്താൻ നിർദ്ദേശിച്ചു. 75ഓളം പോലീസുകാരാണ് നഗരത്തിലെത്തിയത്. തിരുവല്ല CI S സന്തോഷ്, SI K രവിചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ 2 സംഘം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെത്തി തിരക്കിയപ്പോൾ ഇയാളെ കണ്ടതായി പറഞ്ഞു. തുടർന്ന് സമീപത്തെ ചായക്കടയിൽ തിരക്കിയപ്പോഴും അല്പം മുമ്പ് ചായ കുടിച്ചിറങ്ങിയതായി പറഞ്ഞു. CI CCTV ദൃശ്യം പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ രവിചന്ദ്രനും സംഘവും സമീപത്തെ അന്തിച്ചന്തയ്ക്കായി നിർമ്മിച്ച ഷെഡിലേക്ക് പോയി. അവിടെ കാർഡ്ബോർഡിൽ തോർത്ത് വിരിച്ച് കിടക്കുകയായിരുന്നു ഇയാൾ. പിടികൂടിയ ഉടനെ ഇയാൾ ഞാൻ 2 പേരെ കുത്തിയെന്നും മറ്റും പറയുന്നുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.